തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി കൊടുക്കാതെ ഗവർണർ താമസിപ്പിച്ച കേസിൽ സുപ്രീം കോടതിയുടെ വിധിന്യായം വലിയ ഒച്ചപ്പാടാണ് ഉണ്ടാക്കിയത്. രാഷ്ട്രപതി ഈ വിധിന്യായത്തെ അനിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി. ഭരണകക്ഷിയിൽപ്പെട്ടവരെയും ഉപരാഷ്ട്രപതിയെ തന്നെയും ചൊടിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രപതി 3 മാസത്തിനുള്ളിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അങ്ങനെ ഒരു ഉത്തരവ് സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് നൽകാനാകുമോ? അത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ എന്നെല്ലാമുള്ള ചോദ്യങ്ങളാണിപ്പോൾ ഉയർന്നു വരുന്നത്. ചില ദേശീയ പത്രങ്ങൾ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിനെതിരായി മുഖപ്രസംഗങ്ങളും എഴുതിയിട്ടുണ്ട്. തമിഴ്നാട് ഗവർണറുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. അതായത് ഗവർണർ 3 മാസത്തിനുള്ളിൽ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതാണെന്നും രാഷ്ട്രപതി 3 മാസത്തിനധികം അന്തിമ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നിയമസഭയെ അറിയിക്കുകയും വേണമെന്നുമാണ് കോടതിയുടെ ഉത്തരവ്. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകളിൽ അദ്ദേഹത്തിന് അനുമതി നൽകുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാം. അദ്ദേഹത്തിന് തോന്നിയാൽ നിയമസഭാ ബിൽ തിരിച്ചയക്കുകയും പുനഃപരിശോധന നടത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്യാം. പുനഃപരിശോധന നടത്തി ബിൽ വീണ്ടും രാഷ്ട്രപതിക്ക് അയച്ചാൽ അദ്ദേഹത്തിന് അനുമതി നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ ഗവർണർക്ക് പക്ഷേ അനുമതി നൽകിയേ പറ്റൂ. ഭരണഘടനയുടെ 201 അനുച്ഛേദം അനുസരിച്ച് രാഷ്ട്രപതിക്ക് അതിൻ്റെ ആവശ്യമില്ല. തമിഴ്നാട് ഗവർണർ ബില്ലുകളുടെ കാര്യത്തിൽ വരുത്തിയ അമിതമായ കാലതാമസം കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി 200, 201 എന്നീ അനുച്ഛേദങ്ങളെ വ്യാഖ്യാനിച്ച് മേൽപ്പറഞ്ഞ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ സന്ദർഭത്തിൽ പലരും ഉയർത്തുന്ന ചോദ്യം സുപ്രീം കോടതിക്ക് എങ്ങനെയാണ് രാഷ്ട്രപതിക്ക് ഇത്തരത്തിലുള്ള ഉത്തരവ് നൽകാൻ കഴിയുന്നത് എന്നാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഭരണഘടനയിൽ നിന്നു തന്നെ ലഭിക്കും. ഭരണഘടനയുടെ 53 അനുച്ഛേദം അനുസരിച്ച് കേന്ദ്ര ഭരണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. എന്നാൽ അധികാരപ്രയോഗം മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് നമ്മുടെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് രാഷ്ട്രപതിക്ക് സ്വന്തമായി ഒരു അധികാര പ്രയോഗവും നടത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ഇക്കാര്യം അനേകം വിധിന്യായങ്ങളിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബിൽ ഗവർണർ വഴി രാഷ്ട്രപതിയുടെ പക്കലെത്തിയാൽ അതിൽ യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. രാഷ്ട്രപതി സർക്കാർ പറയുന്ന തീരുമാനത്തിൽ ഒപ്പുവെക്കുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് 3 മാസത്തെ കാലാവധി പാലിക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിൻ്റേതാണ്. യഥാർത്ഥത്തിൽ ഈ ഉത്തരവ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഭരണാധികാരം കൈകാര്യം ചെയ്യുന്ന എല്ലാ അധികാര സ്ഥാപനങ്ങളും തങ്ങളുടെ തീരുമാനങ്ങളും തീരുമാനമെടുക്കാനെടുക്കുന്ന സമയവും ന്യായമായിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ഭരണഘടനയുടെ പ്രവർത്തനങ്ങൾ പുനരവലോകനം ചെയ്യാൻ നിയമിക്കപ്പെട്ട ദേശീയ കമ്മീഷനും എല്ലാം തന്നെ ഈ സമയപരിധി നിശ്ചയിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു സർക്കുലറും 3 മാസത്തിനുള്ളിൽ ബില്ലിൻ്റെ പരിശോധന പൂർത്തീകരിച്ചിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കോടതി ഈ വിധിന്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമെല്ലാം ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഭരണഘടനാ അധികാര സ്ഥാനങ്ങളാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഭരണഘടന പ്രകാരമാണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നുണ്ട്. രാഷ്ട്രപതി രാഷ്ട്രതലവനും സർവ്വ സൈന്യാധിപനുമൊക്കെയാണ്. പക്ഷേ അദ്ദേഹം ഭരണഘടനാ തലവൻ മാത്രമാണ്. 361 അനുച്ഛേദം രാഷ്ട്രപതിക്കും ഗവർണർക്കും ചില പ്രത്യേക സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്ന് മാത്രം. ഇനി ഏതുതരം ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടേണ്ടത് എന്നുള്ളതും അത്യധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കേരള സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദം ആരംഭിച്ചിട്ടില്ല. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ബില്ലും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അന്നത്തെ ഗവർണർ അയച്ചു കൊടുത്തിരുന്നതാണ്. ഒരു കാരണവശാലും ആ ബിൽ രാഷ്ട്രപതിക്ക് അയക്കേണ്ടവയല്ലാത്തതാണ്. കാരണം ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരം പൂർണ്ണമായും നിയമസഭയ്ക്കാണ്. സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാവുന്നതാണ്. എന്നാൽ ചാൻസലർ, വൈസ് ചാൻസലർ എന്നിവരുടെ നിയമനത്തെ സംബന്ധിക്കുന്ന ഒരു ബില്ലും രാഷ്ട്രപതിക്ക് അയക്കേണ്ടവയല്ല. കാരണം അവയൊക്കെ നിയമസഭയുടെ മാത്രം അധികാരപരിധിയിൽ വരുന്നവയാണ്. പക്ഷേ ഏതൊക്കെ ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചില ഗവർണർമാർ മിക്കവാറും എല്ലാ ബില്ലുകളും രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കും. രാഷ്ട്രപതിക്ക് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനാണെന്നർത്ഥമെന്നും മനസ്സിലാക്കണം.